ആയിട്ടില്ലല്ലോ. ആവൂല. എപ്പണ്ട് പറയണെന്നോ എത്ത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ രാവിലെ തന്നെ എന്തിനാ ദേഷ്യം കാണിക്കണമെന്നുണ്ടാവൂലേ? അപ്പോൾ വെള്ളമല്ല കേട്ടോ, കറണ്ട് ഇല്ല. അപ്പം ഇനിയിപ്പോൾ കറണ്ട് വന്നാൽ തന്നെ വോൾട്ടേജ് ഉണ്ടാവില്ല. അപ്പോൾ കോലം കിണറൊക്കെ അല്ലേ, അപ്പോൾ വെള്ളം കയറൂല. അപ്പോൾ ഇതാക്കണ നേരം വെളുത്ത പാടന്നെ തരികിടാ പണികളാട്ടോ. ഉണക്കസ്രാവ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മുരിങ്ങ താളിച്ചും ചെയ്തിങ്ങനെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 10-11 മണിയായിട്ടുള്ളൂ. അപ്പം നാത്തൂൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് പണി തീർക്കണത് കേട്ടോ. അപ്പോൾ എന്തായി ചായ ഉണ്ടാക്കണത്? നേരം 10-11 മണിയായില്ലേ? 10-11 മണിയായിട്ടാണ് ഞാൻ ചായ കുടിക്കണത് കേട്ടോ. രാവിലത്തെ ചായ ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ തിരക്ക് പിടിച്ചുകാണ്ട് എല്ലാവരും കുളിപ്പിക്കലും മാറ്റലും ഒക്കെ ആയപ്പോൾ ഉമ്മാനെയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എല്ലാം ആയപ്പോൾ നേരം വൈകിയ കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോന്ത ചട്ടിനിയാണ് പതിവ് പോലെ ഇവിടെ ഉണ്ടാക്കിയത് കേട്ടോ. വെള്ളച്ചട്ടിനി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കിയ ടേസ്റ്റാണ്. ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞില്ലേ, ഇതുണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഋതുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഹോട്ടലിൽ കിട്ടുമല്ലോ നെയ് റോസ്റ്റിൻ്റെ കൂടെ ചോന്ത ചട്ടിനി, അതാണ് കേട്ടോ. ഇതെന്തായിരിക്കും സംഭവം? വെള്ളാന്നുണ്ടാവൂലേ, അത് ചോറ് അരച്ചതാട്ടോ. ഉപ്പിട്ട് കാണ്ട് മക്കൾക്ക് കൊടുത്തതായിരുന്നു. അവർ കഴിച്ചില്ല, കരിഞ്ഞു കേട്ടോ. നല്ല ഇഷ്ടമാണ് അവർക്ക് കേട്ടോ. അന്നെന്താവും കരിഞ്ഞ് കഴിച്ചോന്നുമില്ല. അപ്പം മേല് കഴുകി കൊടുത്ത് കുളിപ്പിച്ചെടുത്തിട്ടില്ല. ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അസുഖം വരും. ഒരാൾക്ക് വന്നാൽ മറ്റാൾക്കും അസുഖം വരും. അപ്പോൾ ഇവരെ കാത്ത് കയറി. ഇത് രാവിലെ പോയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഞായറാഴ്ച ഋതുവിന് പന്തളി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ രാവിലെ പോയിട്ട് 5 മണിയൊക്കെ ആവും വരാനേ പറഞ്ഞിനി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു 2 മണിയാവുമ്പോൾ എൻ്റെ കളി കഴിഞ്ഞ പാടുവാ, നമുക്ക് പോവാം അമ്മേൻ്റെ വീട്ടിലേക്ക്. വണ്ടി കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിലൊക്കെ പോയിട്ട് ഒന്നൊന്ന് മുതലാക്കാം മക്കടാന്ന് പറഞ്ഞിരുന്നു. 1-2 കൊല്ലമൊക്കെ ആയിട്ടോ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ട്. അന്ന് പ്രഗ്നൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല, പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല. സാഹചര്യങ്ങളൊക്കെ മോശം, നിങ്ങൾക്ക് അറിയില്ലേ. പിന്നെ ഉമ്മ ഉണ്ടായപ്പോൾ ഉമ്മാക്ക് വയ്യാതായപ്പോഴൊക്കെ പോകാൻ ബുദ്ധിമുട്ടല്ലേ ഇവിടെ ഉണ്ടാകുമ്പോൾ. അപ്പം അമ്മ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പോയി വരാമെന്ന് കരുതി. അപ്പം 4 മണിൻ്റെ മുന്നേ വരണം കരുതിയിരുന്നു. വരാൻ പറഞ്ഞിരുന്നു ഞാൻ അവനോട് കേട്ടോ. കാരണം വേങ്ങരയല്ലേ, വേങ്ങരക്ക് പോകാൻ കുറേ ദൂരമുണ്ട്. അപ്പം ഉമ്മാനും കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറേ നേരം വൈകും. ഇവിടെ 3 മണിയായിട്ടും ആളെ കാണില്ല കേട്ടോ. കാക്കു അവസാനം തെരഞ്ഞു പോയി. ഷെയ്മോൾക്ക് ഈറടിച്ചിട്ടോ. ഷെയ്മോൾ മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ്. അവൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പോകണമൊക്കെ കേട്ടോ. അപ്പോൾ ഇച്ചും ലീനും ഉറങ്ങുകയും ചെയ്തു. ഒക്കെ മാറ്റിക്കാണ്ട് ഉറങ്ങിയത്. ഇതാക്കണം കാക്കാനെ കൊടുന്നിട്ടുണ്ട്. കാക്ക 4-4:30 ആയിട്ടോ. കാക്കു വന്നുകാണ്ട് അറിഞ്ഞ് വേഗം മാറ്റിക്കോളിയായിരുന്നു. കാക്കു ലേസം കുപ്പിയിൽ എണ്ണയൊക്കെ കൊണ്ടുണ്ട് വരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ച് പകുതി എത്തിയപ്പോൾ, പകുതിയൊന്നും എത്തിയിട്ടില്ല, അപ്പോൾ ഇതിന് നോക്കാനും ഛർദിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കാക്കു മിച്ചറും വായക്കപ്പൊരിയൊക്കെ വാങ്ങിയിട്ടോ. വായക്കപ്പൊരി അറിയുമ്പോൾ ചിരിച്ചുണ്ടാവും നിങ്ങളല്ലേ. ചിപ്സിനാണ് കേട്ടോ വായക്കപ്പൊരി അറിയണത്. അപ്പോൾ ഇവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടൊക്കെ, അല്ലാതെ വിരുന്നുകാർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാനൊന്നല്ല കേട്ടോ. ഇവരിങ്ങനെ തന്നെയാണ്. അവിടെ തോളം എന്തെങ്കിലുമൊക്കെ കുറുകുറാ തിന്നണം, അല്ലാന്നുണ്ടെങ്കിൽ ഛർദിക്കൽ മൂത്രമൊഴിക്കാൻ മുട്ടലൊക്കെ തുടങ്ങും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കാക്കു സീഡ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. കുറച്ച് അങ്ങോട്ടും വാങ്ങാമെന്ന് പറഞ്ഞു. കാക്കു പറഞ്ഞു വാങ്ങിയിട്ട് കാര്യമില്ല, അവിടെ എത്തുമ്പോഴത്തേന് തീരും എന്ന് പറയുന്നു. ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. അവിടുന്നും ഷെയ്മോക്ക് ഈറടിച്ചിട്ടുണ്ടെങ്കിൽ 4-5 മക്കളുണ്ടാകുമ്പോൾ ഒരാൾക്ക് പറ്റണ മറ്റാൾക്ക് പറ്റൂല, മറ്റാൾക്ക് പറ്റണ മറ്റാൾക്കും പറ്റൂല. അപ്പോൾ കാക്കു പറഞ്ഞു കിട്ടിയ തിന്നോളി പറഞ്ഞു, നിങ്ങൾ തിന്നാനാ പോരുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കാക്കുവിൻ്റെ വർത്താനൊക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ പകുതി ആയപ്പോൾ നമ്മൾ ആ പാലൊക്കെ എത്തി കേട്ടോ. നമ്മളെ കുഞ്ഞാലിക്കുട്ടിൻ്റെ നാടുണ്ടല്ലോ ഭയങ്കര അടുത്ത്, അവിടേക്ക് എത്തി. അവിടെ ഒരു നൂൽപ്പാലൊക്കെ ഉണ്ടായിരുന്നു. നൂൽപ്പാലല്ലല്ലോ ഇപ്പോൾ ഇതിന് പറയാം, എന്താ മക്കളെ പറയാ. ആ പാലം വന്നു കേട്ടോ. നമ്മളെ ഇടവണ്ണ പോയിരുന്നില്ലേ, അവിടെ നല്ല ആട്ടം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. ഇവിടെ ആട്ടമൊന്നുമില്ല, ചെറിയൊരു പാലാണ് കേട്ടോ. ലിനുവൊക്കെ ഭയങ്കര ചാടിക്കളി. ലിനുവിനൊന്നും പേടിയില്ല. മറ്റേ ആ പാലത്തുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അവിടെ കണ്ടോ ഒരു അണക്കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളം അവിടെ ഇങ്ങനെ കുട്ടികൾ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഋതുവിന് അങ്ങോട്ട് പോകാൻ നല്ല ഇഷ്ടമുണ്ട്. പക്ഷേ മഴ പെയ്തു കേട്ടോ. പകുതി എത്തിയപ്പോൾ മലപ്പുറം എത്തിയപ്പം നല്ല മഴ പെയ്തു കേട്ടോ. നമ്മുടെ ചേപ്പൂർ ഭാഗത്തൊന്നും മഴയില്ല, ഇവിടെയൊക്കെ നല്ല മഴ പെയ്തു. എന്തായാലും കുട്ടികളെ ആഗ്രഹമല്ലേ ഇവിടെ ഇറങ്ങിയിട്ട്. ഇതിൽ എത്ര വട്ടം ഞങ്ങൾ വേങ്ങരക്ക് നാത്തൂൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മമ്പറത്തേക്ക് അന്ന് പോയിരുന്നു കേട്ടോ. അന്ന് പോയിരുന്നു നാത്തൂൻ്റെ വീട്ടിൽ കേട്ടോ. അന്ന് ഒരു നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നുള്ളൂ. ഈ പോണ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല.
നാത്തൂന് പറഞ്ഞാൽ കാക്കൂൻ്റെ പെങ്ങൾ കേട്ടോ. അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു, അങ്ങോട്ട് പോകാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അന്ന് നല്ല മഴയൊക്കെ ആയിട്ട് നമ്മൾ ഓട്ടോയിലല്ലായിരുന്നു. അപ്പോൾ ആ വീട്ടിലേക്കാണ് ഇപ്പോൾ പോണത് കേട്ടോ. ഏതെങ്കിലും ഒന്ന് നടക്കുള്ളൂ. അപ്പോൾ അതാകണ് തോണിയൊക്കെ ഉണ്ട് അവിടെ കേട്ടോ. ഞാനിങ്ങനെ പാട്ട് പാടുക, അത് ഇതിൽ വോയിസ് കൊടുത്താൽ മതി, മങ്ങൾ ഈ പാട്ട് കാരണം കണ്ട് ചിരിക്കുക. ഞാനിങ്ങനെ പാട്ട് പാടിയിരുന്നു. കണ്ണീർ കായലിലേതോ കടലാസിൻ്റെ തോണി. ആൾക്കാരൊക്കെ ചെറുക്കുക കേട്ടോ. ആകെ ചളിയാട്ടോ. എന്തായാലും ഇച്ചുവിനപ്പം മൂത്രയിക്കാൻ മുട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, പാൻറ്റൊക്കെ അവിടെ പൊക്കിയിട്ട് ഞാനവിടെ ഇറങ്ങി കേട്ടോ. കാരണം ആകെ നെരിയാണി വരെ അവിടെയൊക്കെ ചളി പിളിയാണ്. അവിടെയൊക്കെ ഒരു നാട്ടുമ്പുറം പോലെ കേട്ടോ അക്കരെ. അപ്പോൾ അവിടെ ഒന്നും വീടുകളിൽ 2 വീട് കണ്ടു. അവിടെ ഒരു ടെറസും വീടും ആ തലക്കലൊരു ഓടിട്ട വീടുണ്ട്. അവിടെ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിച്ച് കൊടുന്നിട്ടോ. ഇവിടെ പോവുകയാണെങ്കിലും ഇച്ചുവിനൊന്ന് മൂത്രം ഒഴിക്കണം, ഛർദ്ദിക്കും വേണം. ആ വണ്ടിയിൽ അവിടെ വരെ മൂക്കുത്തിയിട്ടാണ് ഇരിക്കുക കേട്ടോ. കാക്കുവിന് കയറിയിരിക്കും. കാക്കു അങ്ങനെ പറയും, നിങ്ങളെ കൊണ്ട് ഒരു വൈക്ക് പോകാൻ പറ്റൂല ആറ്. ഇതുകൊണ്ടോ ലീനു ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ആട്ടമൊന്നുമില്ല. നമ്മളെ ഇടവണ്ണ ആ ഭാഗത്തിൽ നല്ല ആട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അതിന്മേൽ കയറുമ്പോൾ ഒരു വേറൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. നല്ല രസമാണ്. ഇങ്ങനെ ആടിയിട്ട് കുലുങ്ങും. ഇതങ്ങനെ കുലുങ്ങണമൊന്നുമില്ല കേട്ടോ. നല്ല ഒരു ഭയങ്കര ഉറപ്പില്ല ടൈപ്പ്. അപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ വയസ്സന്മാരുണ്ട്, കുറേ കപ്പിൾസ് ഉണ്ട്. അപ്പോൾ മഴയായതുകൊണ്ട് എല്ലാവരും പകുതി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ എന്നെ നോക്കി ചിരിക്കണമുണ്ട്. എന്നെ കണ്ടുകണോ, എന്നെ മനസ്സിലാക്കണമെന്നും അറിയില്ല കേട്ടോ. എന്തായാലും എവിടെയോ കണ്ടുകണമെന്നുള്ളൊരു മട്ടത്തിൽ നോക്കി ചിരിക്കണുണ്ട്. എവിടെ പോയാലും പാത്തു പറഞ്ഞ് വണ്ടി വരലുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ആർക്കും പിടി കൊടുക്കാതെ പെട്ടെന്ന് നടന്നു പോന്നു. അപ്പം നമ്മളെ മുന്നിലൊരു താത്തയും കാക്കിയും ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ താത്താക്ക് ഭയങ്കര പേടി കേട്ടോ. പറഞ്ഞാൽ നടന്നുകൂടി എത്താം, നമ്മൾ സിറാത്ത് ഭാഗത്തുമ്പോൾ കൂടെ എന്തായാലും നടക്കേണ്ടിയായിരുന്നു. അതിലവിടെ ഉള്ള വയസ്സന്മാരൊക്കെ പാടെ പെരും ചെറിയ കേട്ടോ. അവിടെയൊക്കെ ആകെ നിറച്ചും വെള്ളമാണ്. അതിലാൻ പോയിക്കോളൂ ചെയ്യാം. ഐസ്ക്രീം വേണ്ട, വേറെ ചായ എന്തെങ്കിലും കടി എന്തെങ്കിലും. ഇങ്ങനെ തിരിഞ്ഞോളൂ, നമ്മള് തിരിഞ്ഞാൽ മതി. എൻ്റെ വേർക്കൂടെ അതിലയിലൊക്കെ കുത്തി തിരികെ പോര് ഷെയ്മോളെ അറിഞ്ഞു ഞാൻ. അപ്പോൾ ആ കാക്കാരൊക്കെ നല്ല ചിരി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വർത്താനൊക്കെ കേട്ടിട്ട്. എന്തായാലും മക്കളങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങലില്ലല്ലോ. അപ്പോൾ അവരൊക്കെ പാടെ ഇങ്ങനെ കാട്ടിക്കൂട്ടണുണ്ട് കിട്ടി. അവരൊക്കെ ചിരിക്കുക കേട്ടോ. എന്തായാലും അവിടുന്ന് മടങ്ങിയിട്ടോ ഞങ്ങൾ. അവിടെ കണ്ടോ നമ്മുടെ പാണക്കാട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നെ തോണ്ടുന്നുണ്ട്, ഇതിലൊന്നും പോവാം, അതിലൊന്നും പോവാന്ന് വേണ്ട. അപ്പോൾ കുട്ടികളൊക്കെ ഐസ്ക്രീം വാങ്ങാൻ കയറിയിട്ടോ. നല്ല മഴ ഉണ്ട്, ഞാൻ വാങ്ങിച്ചു കൊടുക്കണ്ടെന്ന് കാക്കൂവിനോട് പറഞ്ഞു. എന്താ വെച്ചാൽ ഭയങ്കര തണുപ്പല്ലേ, ഭയങ്കര കുരയൊക്കെ ആവും. അപ്പോൾ റിതും ഞാനും അതിലൊക്കെ പോയിക്കാണ്ടൊരു സെൽഫിയൊക്കെ എടുത്ത് പോന്നു കേട്ടോ. അപ്പോൾ അതിന് വരെ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കൽ തുടങ്ങി. കിട്ടണ ഷെയ്മോളെ കണ്ടോ, കിട്ടണ ക്യാപ്പ് നല്ലോ മുതലാക്കലുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ പുറത്ത് പോകായിട്ടേ. ഇപ്പം നമുക്ക് വണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ പോകുന്നല്ലാതെ. കാക്കുവിനോട് പറഞ്ഞു എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുന്നേരിയായിരുന്നു. അപ്പോൾ കാക്കു എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുന്നു. റിതുവിന് വേണ്ട പറഞ്ഞാണ്ട് വാശി എടുക്കുന്നുണ്ട് കേട്ടോ. അവന് എന്താ സമൂസേ പപ്സോ വേണം പറഞ്ഞ്, ചായ എടുക്കണം പറഞ്ഞു. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുകാണ്ട് അവിടെ ഇരിക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പോയി ചായ അടിച്ചോടാ. ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിക്കാണ്ട് അവിടെ പോയി ഇരിക്കുമ്പോൾ മനുഷ്യന്മാർ മുഴുവനോ നോക്കണമായിരുന്നു. അപ്പോൾ ഓൻ ചീത്താറിട്ടോ, മനുഷ്യന്മാർ നോക്കിക്കോട്ടെ, മാങ്ങളെ നിങ്ങൾക്ക് ചായ കുടിച്ചാൽ പോരെ ആര്. ഓനതൊന്നും വിഷയമല്ല കേട്ടോ. കുട്ടികളെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറവോ മനക്കേടോ അങ്ങനത്തെ ഒന്നും ഓനില്ല. ഓൻ ആ ഒക്കത്തെ എട്ടിക്കാണ്ട് കുട്ടികളെയും കൊണ്ട് അങ്ങനെ നടക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതാക്കണം അവിടുന്ന് മടങ്ങിയിട്ടോ. കുറേ നേരമായി, 6 മണി 6:30 ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ. അപ്പോൾ നാത്തൂന് പൊറാട്ടയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ചായയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് എന്താപ്പം ഈ പരിപാടി കാട്ടിയത് കാരണം കണ്ട് ചിരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ അളയാക്ക വന്നിട്ടുണ്ട്. അളയാക്ക ഇപ്പോൾ ഒഴിവാക്കി കണ്ടൊക്കെ അവിടുന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പെരപ്പണിയൊന്നും മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പകുതി പണികളൊക്കെ ഇങ്ങനെ തീർത്ത് വരുന്നുള്ളൂ. ഞങ്ങൾ ചെല്ലണമൊന്നും പണികളാണ് അവിടെ കേട്ടോ. ഷെയ്മോളൊക്കെ ഊറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ചോറുണ്ടാക്കാമെന്ന് കരുതിയിരുന്നു. വൈകുന്നേരം ചെല്ലും കരുതിയോളൂ പൊറാട്ടയും പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ രാത്രിയാണെങ്കിൽ ഇന്ന ലേശം ചോറ് വെച്ചാൽ മതി അതിനിടി എന്ന് പറഞ്ഞു എന്നോട്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ടാക്കായിരുന്നു ഒക്കെ പറഞ്ഞു. ഞങ്ങളത് ഉറപ്പില്ലല്ലോ. ഞാൻ അവളോട് പറഞ്ഞു ഉറപ്പില്ല കേട്ടോ, ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതല്ലേ, പെട്ടെന്നാണ് വരവായിരിക്കും പറഞ്ഞു. ഞാൻ ഏതായാലും പോരാലോ മൂടിലല്ലായിരുന്നു. കാരണം കുറേ നേരം വൈകി കഴിഞ്ഞാൽ ബേബിയാളിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ രാത്രി ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും പൊറാട്ടയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അളയാക്ക അവളോട് തമാശയിൽ പറയുന്നുണ്ട്.
ഇനി ചോറുണ്ടാക്കിയാൽ ഓല് ഇനി വന്നിട്ടില്ലേ ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ പൊറാട്ടയൊക്കെ തിന്ന് വയറ് നിറച്ചിട്ട് ഓൽക്കൊക്കെ അവിടെ രാത്രി ഫുഡ് ഇങ്ങനത്തെ ഒക്കെയാണ്, ചപ്പാത്തിയും പൊറാട്ടയൊക്കെ. ഷുഗറൊക്കെ ഉണ്ട് അളിയാക്കാക്ക്, അപ്പം ചപ്പാത്തിയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഏതായാലും എല്ലാവരും ചപ്പാത്തിയൊക്കെ തിന്ന് കുറേ നാട്ടുവർത്താനൊക്കെ പറഞ്ഞു. 9 മണിയായിട്ടോ. ഉമ്മാക്ക് പോരാല ധൃതിയുണ്ട്, ഉമ്മാനെ അവിടെ കൊണ്ടുപോയാണ് കിടത്തി. കാക്കുവാണെങ്കിൽ അളിയാക്കാനെ കണ്ടപ്പോൾ ഗൾഫ് വർത്താനം പറഞ്ഞു കാണ്ട് പൂതി തീരുന്നില്ല. ഈ ഗൾഫുകാരൊക്കെ കണ്ടാലും ഇങ്ങനെ തന്നെയാണല്ലോ പോയെന്നോല് ഇങ്ങനെ പറഞ്ഞതന്നെ പഴയത് പറഞ്ഞു കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പോരി മനസ്സാ കുട്ടികളെയും കൊണ്ട് കുറേ നേരമായില്ലേ അവിടെ നിൽക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ പഴയ വർത്താനങ്ങൾ. അപ്പം നാത്തൂന് 2 മക്കളാട്ടോ, അതൊരു ആൺകുട്ടിയാണ്, പിന്നെ അവിടെ ഒരു പെൺകുട്ടിയുണ്ട് കേട്ടോ. അപ്പം നാത്തൂൻ താത്താക്ക് 2 കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ മുഖമൊന്നും പെടുത്തിയിട്ടില്ല, ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ, അപ്പോൾ താല്പര്യമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നാത്തൂനും തന്നെ വർത്താനം പറഞ്ഞിരിക്കുക തന്നെ, ഈ കുറേ ആയി ഇതിലാണ് വന്നിട്ട് കണ്ട് ഋതുവൊക്കെ കണ്ടോ അവിടെ ആ ദിമ്മൽ ഇങ്ങനെ കളിച്ചിരിക്കുക കേട്ടോ. അവിടെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടറുമ്പോൾ കളിച്ചിരിക്കുകയാണ്. ഇച്ചും തന്നെ ആ അടുക്കളയിലൊക്കെ പോയി നെല്ലിക്കൊക്കെ തിന്ന് ഉപ്പിലിട്ടച്ചിരുന്നു, അതൊക്കെ തിന്ന് കഴിച്ചു കേട്ടോ. ഏതായാലും 10 മണി ആയിക്കണം അവിടെ നിന്ന് പോന്നപ്പം. അവിടെ അളിയാക്കാൻ്റെ ഉമ്മ ഉണ്ട്, അവിടെ തൊട്ടടുത്ത് തന്നെ അളച്ചനുണ്ട്, അവിടെയൊക്കെ പോയി ഏതായാലും പോന്നപ്പോൾ കുറേ നേരം വൈകി. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 10:30-11 മണിയായി. എന്തായാലും അൽഹംദുലില്ലാ അവിടെയൊക്കെ പോയി സന്തോഷത്തോടു കൂടി പോന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ ഒക്കെ കടത്തി ഉറക്കി മക്കളെയൊക്കെ കേട്ടോ. ഉമ്മ ഗുളികയൊന്നും കുടിച്ചില്ല, എനിക്ക് ഗുളിക വേണ്ട പറഞ്ഞു. അപ്പോൾ എക്കോസ്പിരിൻ പറഞ്ഞ ഗുളിക ഉണ്ട്, അത് നിങ്ങൾ നിർബന്ധം അമ്മ കുടിക്കുകയാണ്. അപ്പം അമ്മ അവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഛർദ്ദിച്ച് പോരും കരുതി. ഇങ്ങോട്ട് പോന്നപ്പോൾ ആരും ഛർദ്ദിച്ചോ ഒന്നുമില്ല കേട്ടോ. രാത്രി ആയിട്ടുണ്ട് ഒക്കെ ഉറക്കം, എന്നാലും ഉറക്കത്തുനിന്ന് തോണ്ടുന്നുണ്ട് കേട്ടോ പഴം വേണം. അപ്പം ലിനുമോള് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അവൾക്ക് പഴമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഏതായാലും ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.